കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 53-ാമത്തെ 54-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൾ മരിച്ചുപോയി എന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ച് ബാല എഴുന്നേൽക്ക എന്ന് അവരോട് ഉറക്കെ പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം കാണുന്നത് ഒരു പള്ളിപ്രമാണിയുടെ മകൾ പെട്ടെന്ന് മരിച്ചുപോയി. അവിടെ ഒരു മരണം നടന്നു. അപ്പോൾ ഈ ഒരു മരണ വാർത്ത യേശുവിനെ അറിയിച്ചപ്പോൾ യേശു പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉറങ്ങുക അത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് കേട്ട് ഈ കുഞ്ഞ് മരിച്ചതുകൊണ്ട് കരയുകയും വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ജനങ്ങൾ യേശുക്രിസ്തുവിനെ പരിഹസിച്ചു. മരിച്ചുപോയി ഒരു കുഞ്ഞ് ഉറങ്ങുന്നു എന്ന് പറയുന്നു എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ യേശു എന്ത് ചെയ്ത് ബാലയുടെ കൈക്ക് പിടിച്ചിട്ട് ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൾ ജീവനിട്ട് വെളിയിൽ വരികയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഒരു പരിഹാസമാണ് കാണുന്നത്. ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയുകയും അതിനെ തന്നെ ഓർത്ത് കരഞ്ഞും വിലപിച്ചും ഇരിക്കുമ്പോൾ കർത്താവിന് അവിടെ പിന്നെ ഒരു അത്ഭുതവും ചെയ്യാൻ സാധിക്കുകയില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരുന്നവരെ യേശുക്രിസ്തു പുറമ്പാക്കിയിട്ട് കുഞ്ഞിൻ്റെ അപ്പയും അമ്മയും മാത്രമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൈക്ക് പിടിച്ച് ബാല എഴുന്നേൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ബാല എഴുന്നേറ്റു. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ മരിച്ചു കിടക്കുന്ന ചില അനുഗ്രഹങ്ങൾ, മരിച്ചു കിടക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ അതൊന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നാം പരിഹസിക്കുകയും അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് പ്രാപിച്ചു, അല്ലെങ്കിൽ ഇനി എത്രത്തോളം ഞാൻ വിശ്വാസം വെച്ചിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും എൻ്റെ കാലത്ത് നടക്കത്തില്ല, ഇങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ മാറ്റിയിട്ട് ഇല്ല എന്നുള്ള പിറുപിറുപ്പ് മാറ്റിയിട്ട് കർത്താവെ കൊണ്ട് എല്ലാം സാധിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഈ ബാല എഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന ചില അനുഗ്രഹങ്ങൾ, മറഞ്ഞു കിടക്കുന്ന ചില സത്യങ്ങൾ പുറത്തു വരികയും നാം ആ ഒരു ജീവനിലേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മിൽ നിന്ന് മറഞ്ഞു പോയ ആ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിനെ നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. അവർക്കും ഇവർക്കുമൊക്കെ കിട്ടുന്ന എന്തോ അവർ ചെയ്ത ഭാഗ്യം, എനിക്ക് മറ്റും ഒന്നും കിട്ടുന്നില്ല എന്ന് നാം പലപ്പോഴും വിചാരിക്കുകയും കലങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു വിശ്വാസം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തിൽ നിന്ന് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന സ്ഥലത്തിൽ നിന്ന് അത് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മരിച്ചുപോയ സകല കാര്യങ്ങളും ഒന്നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് നാം ആദ്യം വിശ്വസിക്കണം. അവൻ്റെ കൃപയിൽ ആശ്രയിക്കണം. കർത്താവ് അതിനുവേണ്ടി ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹമായ സമയത്ത് മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഇവരുടെ ജീവിതത്തിൽ എന്തെന്താ അനുഗ്രഹങ്ങൾ കർത്താവെ മരിച്ചുപോയ കണ്ടീഷനിലിരിക്കുന്നു എന്ന് അടിയാൾക്കറിയത്തില്ല. പക്ഷേ ഇന്ന് എന്തിനാണ് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. കർത്താവെ, ഇവർ വ്യാകുലപ്പെടുന്ന അല്ലെങ്കിൽ കരയുന്ന ഈ കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു മറുപടി ലഭിച്ച് ആ ബാല ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ കർത്താവിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുവാനും കർത്താവിനെ അധികമായി ആശ്രയിച്ച് വിശ്വസിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.